പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ ഉണ്ട്. കാപ്പിത്തോട്ടത്തിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടത്. കടുവയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഈ കാപ്പിത്തോട്ടത്തിനുള്ളിൽ വെച്ച് മയക്കുവെടി വയ്ക്കുക അത്ര എളുപ്പമല്ല. എന്തായാലും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് ഈ അമരക്കുനിയിൽ നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇത് കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെയാണോ കടുവ ഉള്ളത്? SKN ഗുഡ് മോർണിംഗ്. കൃത്യമായ രീതിയിൽ ഈ കടുവയെ മാർക്ക് ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഡ്രോൺ പരിശോധനയിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 500 മീറ്റർ ചുറ്റളവിൽ മാത്രം ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ, ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് താഴേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതൊരു കാപ്പിത്തോട്ടമാണ്. ആ കാപ്പിത്തോട്ടത്തിനകത്താണ് ഈ കടുവയുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എളുപ്പത്തിൽ വെടിവെക്കുക എന്നുള്ളത്, മയക്കുവെടി വെക്കുക എന്നുള്ളത് പ്രായോഗികമായ ഒന്നല്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നതും അക്കാര്യമാണ്. കാരണം കാപ്പിത്തോട്ടം എന്ന് പറയുമ്പോൾ ഇടതൂർന്ന് ഇങ്ങനെ കാപ്പിച്ചെടികൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ മേഖലയിൽ അങ്ങനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമായ ഒരു സംഗതിയല്ല. എന്തായാലും തുറസായ സ്ഥലത്ത് കിട്ടിയാൽ സ്വാഭാവികമായും ആ നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കും. ഇന്നൊരു ശുഭവാർത്ത പുൽപ്പള്ളിക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം വനംവകുപ്പിനുമുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. SKN ഇവിടേക്ക് ധാരാളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അരുൺ സക്കറിയ ഇവിടെ ഒന്നും മടങ്ങിയിട്ടില്ല. അദ്ദേഹം ഇന്നലെ രാത്രിയിൽ ഇവിടെ തുടരുകയായിരുന്നു. ഈ ബിജുവിൻ്റെ വീട് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അപ്പുറത്താണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 200 മീറ്റർ മാത്രം അപ്പുറത്താണ് ബിജുവിൻ്റെ വീട്. ബിജുവിൻ്റെ വീട്ടിലേക്ക് പുലർച്ചെ 2:30 കൂടിയാണ് കടുവ എത്തി ആടിനെ പിടികൂടുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കടുവയെ കണ്ടു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഈ ബഹളം വെച്ചപ്പോൾ ഈ കടുവ ആടിനെ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നാട്ടുകാർ ആ ശുഭവാർത്ത പ്രതീക്ഷിക്കുകയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് അവർക്കാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഉള്ളത് എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് എത്രത്തോളം? ഇപ്പോൾ DF ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് കടുവനെ ഇന്ന് എന്തായാലും ഡാർട്ടിങ് എന്ന രൂപത്തിലാണ് നോക്കുന്നത്. കേജ് വെച്ചിട്ടുണ്ട്, എന്തായാലും ഡാർട്ടിങ് ചെയ്ത് പിടികൂടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പിടികൂടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആളുകളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം ഉണ്ടാവില്ല. ഇന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും മയക്കുവെടി വെച്ച് പിടിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ആ ആവശ്യം ഇന്ന് നടക്കുമെന്നുള്ളതാണ്. അരുൺ സക്കറിയ സാറ് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മയക്കുവെടി ഇന്ന് വെക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഏറ്റവും വലിയ പ്രതീക്ഷ. രാവിലത്തെ മിഷൻ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഇന്ന് പിടിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 8 ദിവസമായിട്ട് ആൾക്കാർ ഭീതിയിലാണ്. ഇനി കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ മൊത്തം പരിഭ്രാന്തരായി പോവും. ഇന്നെങ്കിലും പിടിക്കണം. ഞങ്ങളുടെ ശക്തമായ ആവശ്യം അതാണ്. വാർഡ് മെമ്പറാണ് ബാബു. വാർഡ് മെമ്പർ ഇന്നലെ ഞാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്താണ് ഒരു അവസ്ഥ? എങ്ങനെയാണ് ഇപ്പോൾ? ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെയല്ല. ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സന്നാഹങ്ങളും ഇവിടെയുണ്ട്. അവരിന്ന് മയക്കുവെടി വെച്ച് കടുവയെ പിടിക്കുമെന്നാണ് നമ്മുടെ ഡോക്ടർ അരുൺ സക്രിയ അറിയിച്ചിട്ടുള്ളതും DFOയും അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങളും ഊർജിതമായിട്ട് ഇന്ന് അവർ കൃഷിസ്ഥലങ്ങളിലേക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ട്. SKN അവിടെ ആ കൂട് ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായി എത്തിച്ച ട്രാക്ടറാണ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത്. അതായത് ആ മേഖലയിലേക്ക് ഒരു കേജിങ് സാധ്യമാക്കുമെന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം ഈ ആടിനെ തന്നെ, ഈ കടുവ കൊന്നിട്ട ആ ആടിനെ തന്നെ കെണിയിൽ വെച്ചുകൊണ്ട് ഒരു കേജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രഥമ പരിഗണന മയക്കുവെടി തന്നെയാണ്. ഉചിതമായ സ്ഥലത്ത് കിട്ടിയാൽ ഇനി വിടില്ല എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. നേരത്തെ DFO അജിത് കെ രാമൻ നമ്മളോട് സംസാരിച്ചതാണ്. ഇത് നിൽക്കുന്നത് ഒരു കാപ്പിത്തോട്ടത്തിലാണ്. ആ കാപ്പിത്തോട്ടത്തിൽ നിന്നും തുറസായ സ്ഥലത്തേക്ക് ഉചിതമായ സ്ഥലത്ത് കിട്ടിയാൽ മാത്രമേ, അനുയോജ്യമായ സന്ദർഭത്തിൽ മാത്രമേ ഇങ്ങനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് പ്രായോഗികമായുള്ളൂ. അവർ ആ ഒരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട്. ഇത് സാധ്യമാകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുമുള്ളത്. കാരണം ഇത്ര ദിവസമായി, കാരണം ഇന്ന് 7ാം ദിവസമാണ്. 7ാം ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ 7ാം തീയതിയാണ് ആദ്യം ഇതിന് ഇങ്ങനെ ഒരു ആക്രമണം, കടുവ ആക്രമണം ഈ പുൽപ്പള്ളി അമരക്കുനി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ആദ്യം ആക്രമിച്ചത് നാരകത്തറയിൽ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫിൻ്റെ വീട്ടിലെ ആടിനെയാണ് 7ാം തീയതി ആക്രമിച്ചത്. പിന്നീട് 9ാം തീയതി അന്ന് അല്പം ഈ ആടിനെ തിന്നിരുന്നു. ഇതിനുശേഷം പിന്നീട് ആക്രമണം നടന്ന 9ാം തീയതിയാണ്. അത് അല്പം ഇവിടേക്ക് മാറിയ ശേഷം, അതായത് പള്ളിയുടെ പരിസരത്തുള്ള ഒരു രതികുമാർ എന്ന ആളുടെ വീട്ടിലെ ആടിനെയാണ് വീണ്ടും ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. ആ ആടിനെ കെണിയിൽ ആക്കിക്കൊണ്ട് കടുവയെ പിടികൂടാൻ ശ്രമം നടന്നു. പക്ഷേ കടുവ കൂട്ടിലേക്ക് എത്തിയില്ല. പിന്നീട് നടന്നത് ഇന്നലെയാണ്. ഇന്നലെ കേശവൻ ഏതാണ്ട് ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്. അമരക്കുനി ജംഗ്ഷനോട്
ചേർന്ന് 1 കിലോമീറ്റർ ചുറ്റളവ്. അതിനകത്ത് ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് കേശവൻ്റെ ആടിനെ ആക്രമിച്ചു. കേശവൻ്റെ ആടിനെ ഇന്നലെ ആക്രമിച്ച് കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് വീണ്ടും ഇന്നലെ ഈ കടുവയ്ക്ക് ആടിനെ തിന്നാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ആടിനെ തിന്നൽ നടന്നിരുന്നില്ല, കാരണം അത് നേരെ വിട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് വനംവകുപ്പിൻ്റെ റഡാറിനകത്ത് ഇത് വന്നെങ്കിലും പിന്നീട് അത് നഷ്ടപ്പെട്ട് ആ ഒരു സിഗ്നൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ പ്രദേശത്തെല്ലാം തന്നെ കാടുകളും കുറ്റിക്കാടുകളും എല്ലാം തന്നെ നിറഞ്ഞ പ്രദേശമാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നതും അതുതന്നെയാണ്. ഇനി ഈ കടുവയെ പിടികൂടണമെങ്കിൽ ഇന്നത്തെ ഈ ഒരു മിഷൻ അത് കൃത്യമായ രീതിയിൽ തന്നെ ആ മോണിറ്ററിങ്ങിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡ്രോൺ പരിശോധനയിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ആ സ്ഥിരീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് സംഘം ഡോക്ടർ അരുൺ സക്കറിയും ഡോക്ടർ രാജേഷ് മോഹൻദാസും ഉൾപ്പെടെയുള്ള വെറ്റിനറി ഓഫീസർമാരുടെ സംഘം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ചിതലത്ത് റേഞ്ച് ഓഫീസർ ഉണ്ട്, ഒപ്പം തന്നെ DFO അജിത് കെ രാമനുണ്ട്. അങ്ങനെ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വലിയ പട തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നത്തെ ഈ മിഷൻ വിജയകരമായി ഭവിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രമാത്രം അലോസരം ഉണ്ടാക്കുന്നുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വയനാട് ജില്ലയിൽ ഈ തൈപ്പൊങ്കലുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ അതിർത്തി ജില്ലയായതിനാൽ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ആളുകളൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങരുത്, പ്രത്യേകിച്ച് കുട്ടികളൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളോട് വീടുകളിൽ പാർക്കാനുള്ള നിർദ്ദേശമാണ്, വീടുകളിൽ തന്നെ തുടരാനുള്ള നിർദ്ദേശമാണ് ഈ പ്രദേശത്തുകാർക്ക് നൽകിയിട്ടുള്ളത്. കാരണം ഇറങ്ങി നടക്കരുത്, കടുവ ഉണ്ട് എന്നുള്ള തരത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്, സ്ഥിരീകരണം വന്നിട്ടുണ്ട്. കടുവയെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെർമൽ സ്കാനിങ്ങിലടക്കം കടുവയെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഉചിതമായ സന്ദർഭവും സമയവുമാണ്, അത് സ്ഥലവുമാണ്. അങ്ങനെ സമയം, സന്ദർഭം, സ്ഥലം ഇതെല്ലാം ഒത്തുകിട്ടിയാൽ മാത്രമേ മയക്കുവെടി എന്നുള്ള പ്രായോഗികതയിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ആ ഒരു ദൗത്യം, ആ ഒരു മിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ അവിടേക്ക് പുറപ്പെടുകയും അവിടേക്ക് പോവുകയും ചെയ്തു. എന്താണ് ചേട്ടാ അവിടെ ഒരു അവസ്ഥ? അവിടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കടുവ കാരണം ഒരു രക്ഷയില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, ആൾക്കാർക്ക് പറമ്പിൽ പണിയെടുക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നെങ്കിൽ ഇതിനെ വെടിവെച്ച് പിടിക്കുക, അല്ല കൊന്നുകളയുക. അതാണ് ഇവിടെ. എന്തായാലും ആളുകൾ വളരെ വൈകാരികമായ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. പക്ഷേ മയക്കുവെടി എന്നുള്ള തരത്തിലുള്ള ആ ഒരു തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ബിജുവിൻ്റെ ഈ ആക്രമണം നടത്തിയ ബിജു എന്ന ആൾ അല്പസമയത്തിനകം തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദൗത്യം ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ദൗത്യം തുടരുകയാണ്. ഇതിനകത്ത് കാപ്പിത്തോട്ടമാണ്. ആ കാപ്പിത്തോട്ടം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലെല്ലാം തന്നെ ആശങ്ക ഉളവാക്കും വിധത്തിൽ ഈ കടുവ സാന്നിധ്യം ഉണ്ടായി ഏതാണ്ട് ഒരാഴ്ചയായിരിക്കുന്നു. ആ ഒരാഴ്ച എന്ന് പറയുന്നത് ഇടയ്ക്ക് 4 ആടുകളെ ഇതിനകം ഒരാഴ്ചക്കിടെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വനിതാ ബീറ്റ് ഓഫീസർമാർ അടക്കം അവിടേക്ക് സുർജിത് അയ്യപ്പത്താണ് വാർത്തകൾ തരുന്നത്.